രണ്ടാമത്തെ ഞാൻ പറഞ്ഞ കള്ളം അതാണ്. ഇനി മൂന്നാമത്തേത്, ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരു കൊള്ളയായിരുന്നു, അതൊരു യുദ്ധമേ അല്ലായിരുന്നു എന്നതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു ആരോപണമായിട്ട് ഇദ്ദേഹം പറയുന്നത്. ഈ ബദർ യുദ്ധം എന്ന് വിളിച്ച് വലിയ ഡെക്കറേഷനൊക്കെ കൊടുത്ത് ഇതിനിങ്ങനെ പരിപോഷിപ്പിച്ചത് ഒരു കാലത്ത് വിശ്വസിച്ച് നടന്നിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു സുപ്രഭാതത്തിലാണ് ഞാനും മനസ്സിലാക്കുന്നത്, ഇതൊരു യുദ്ധമല്ലായിരുന്നു, ഇതൊരു കൊള്ളയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നൊക്കെ ഇസ്ലാം എന്ന് പറയുന്നത് ഇതായിരുന്നോ എന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല, മതം വിട്ടുകഴിഞ്ഞാലും വലിയൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. ഇനി എങ്ങാനും ദൈവം ഉണ്ടെങ്കിലോ, ഇനി എങ്ങാനും സ്വർഗവും നരകമൊക്കെ ഉണ്ടെങ്കിലോ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണത്. എങ്ങനെയാണ് അതിനെ നിങ്ങൾ ഓവർകം ചെയ്തത്? എങ്ങാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സംവാദത്തിൽ പോലും ഇദ്ദേഹം പറഞ്ഞു, ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നൊരു ചോദ്യം നമ്മളുടെ ഹൈതമി തന്നെ വെച്ചിരുന്നു. ശരിയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം ബദർ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന ആ സാധനത്തിൻ്റെ നമ്മൾ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, അതൊരു യുദ്ധമായിരുന്നില്ല, അതൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ആസൂത്രിതമായി നടത്തിയ ഒരു കൊള്ളയായിരുന്നു. അതിൽ കൊള്ള സംഘമായിട്ടാണ് മുഹമ്മദിൻ്റെ കൂട്ടർ അവിടെ മാറിയിരുന്നതെന്നും അതിൽ പിടിച്ചെടുത്ത മുതൽ എങ്ങനെയാണ് അവർ ഉപയോഗിച്ചതെന്നൊക്കെ ഉള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് സംബന്ധിച്ചിട്ട് ഒരുപാട് വീഡിയോസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ നീണ്ട 3 വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഒരു യഥാർത്ഥത്തിലൊരു ദൈവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്വർഗമോ അല്ലെങ്കിൽ നരകമോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ആദ്യം ഒരു നന്മ പ്രവർത്തിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കേണ്ടത് ആരെയാണ്? മുഹമ്മദ് നബിയെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ബദർ യുദ്ധം നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു എന്നുള്ളത് മുഹമ്മദിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മാതിരി ഒരു കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത് ആ കൊള്ളക്കാരൻ ഒരു ശങ്കരാടിയായിരുന്നു എന്നുള്ളത്. ഇതാണ് അന്ന് സംഭവിച്ചത്. അപ്പം ഞാൻ തൽക്കാലം പറഞ്ഞതേ ഉള്ളൂ. തെളിവൊക്കെ വേണമെങ്കിൽ നമുക്ക് ഹൈതമി ചോദിച്ചാൽ പറയാം. ഇനി റോമൻ സാമ്രാജ്യത്തിനെതിരെ മുഹമ്മദ് നബി ചെയ്ത യുദ്ധം ഒരു കാരണവും ഇല്ലാതെയായിരുന്നു. ഇതും വളരെ കൃത്യമായ തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹൈതമി ചോദിച്ചാൽ തെളിവ് തരും. ഇനി കഴുത്തിൽ വാള് വെച്ച് പിടിപ്പിച്ചിട്ടാണ് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്ന ഒരു കാര്യം ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മനസ്സിലാവുന്ന കാര്യമാണ്. മക്ക വിജയത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് അബൂ സുഫിയാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വയം വേണമെങ്കിൽ അന്വേഷിക്കാം, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് സ്വയം പോയിട്ട് അന്വേഷിക്കാം. ഇനി അതല്ല ഹൈതമി ചോദിച്ചാൽ ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കും. ഇനി ആറാമത്തേത്, ഭാര്യ പ്രസവ പലകയിൽ കിടക്കുന്ന സമയത്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭർത്താവ് ആവശ്യപ്പെട്ടതെങ്കിൽ അവിടെ വെച്ച് പോലും സമ്മതിച്ചു കൊടുക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നത് ഞാൻ നുണയാണ് പറയുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇദ്ദേഹം ഏത് മദ്രസയിലാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഈ അടുത്ത് പോലും ഏതോ ഒരു ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കഷ്ണം ഇതിലെ പറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ഇതേ കാര്യം പറഞ്ഞുകൊണ്ട്. അത് ഉറുദുവിലും ഉണ്ടായിരുന്നു, മലയാളത്തിലും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വീഡിയോയിൽ ഈ ഉറുദുവിൽ പറയുന്നത് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും തെളിവ് വേണ്ടവർക്ക് ഹദീസ് അടക്കം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ ഹൈതമിക്കേ ഞാൻ കൊടുക്കുകയുള്ളൂ. നാട്ടുകാർ ആര് വേണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് കൊണ്ട് തരുമായിരിക്കും. അത് എൻ്റെ ഉത്തരവാദിത്തമല്ല, അത് നിങ്ങൾ തേടി കണ്ടുപിടിക്കുക. നാട്ടുകാർ ആരെങ്കിലും കൈ വെച്ച് തന്നാൽ അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കുക. പ്രത്യേകിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഉണ്ട് ഇസ്ലാമിൽ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ഈ മദ്രസയിൽ പഠിക്കുന്ന വെളുപ്പിച്ച ഇസ്ലാം അല്ല യഥാർത്ഥ ഇസ്ലാം എന്നും ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളത് എന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം. അതിനുള്ള ഒരു വലിയ ഒരു സന്ദർഭമാണ് നമ്മളുടെ പൊന്മുട്ടയിടുന്ന ഈ താറാവ് നമുക്ക് ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത്. പൊന്മുണ്ടം, സോറി, ആ വാക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടുന്നില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതാണ്: 20 മിനിറ്റ് മാത്രമുള്ള വിഷയാവതരണത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇവയെല്ലാം. ഇത് എഴുതി വെച്ചത് വളരെ നന്നായി. കാരണം നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇസ്ലാം എന്ന് പറയുന്ന മതമല്ല. നമ്മൾ മതം മനുഷ്യന് വേണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നു. അതിനെന്തുകൊണ്ട് കാരണം എന്നുള്ളതാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ മതം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് നമ്മളുടെ വിശ്വാസികൾ പറയുന്നത്. അത് നന്മയുണ്ടാകാൻ, അത് സമാധാനമുണ്ടാകാൻ, അത് ഇതുപോലെയുള്ള പല പല ക്വാളിറ്റീസ്, മൊറാലിറ്റി ഉണ്ടാകണമെങ്കിൽ മതം വേണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ വേണമെന്ന് പറയുന്നു എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ മതം അത് പറയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മതത്തെ എക്സാമ്പിൾ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണിത്. ഏതായാലും ഇത് ഇതേപോലെ അക്കമിട്ട് നിരത്തി എൻ്റെ പണി എളുപ്പാക്കി തന്ന പൊന്മുണ്ട സാഹിബിനോട് ഞാൻ വളരെയധികം നന്ദി വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും വിചാരിക്കരുത്. ഇതിൽ ഓരോ കാര്യം നിങ്ങൾ എടുത്തു നോക്കുക. ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ ഈ പറയുന്ന ആ ഒരു വിഷയം, അതായത് റേപ്പ് കൾച്ചർ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം റേപ്പ് എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല. ഇസ്ലാമിൽ ആകെക്കൂടിയുള്ള വ്യഭിചാരം എന്ന് പറയുന്നത്, അഡൾട്ടറി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇസ്ലാമിലുള്ളൂ. ഇസ്ലാമിൽ എവിടെയാണ് റേപ്പ് ഉള്ളത്?
ഇത് നമ്മൾ പറയുന്ന സമയത്ത് വിശ്വാസികൾ എടുത്തുകൊണ്ട് വരും. വ്യഭിചാരം ആദ്യമായിട്ട് നിരോധിച്ചത് ഇസ്ലാമാണെന്ന്. നമ്മൾ വ്യഭിചാരത്തെ, അഡൾട്ടറിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം, അത് വേറെ വിഷയമാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് റേപ്പ് കൾച്ചർ സംബന്ധിച്ചിട്ടാണ്. ആ റേപ്പ് കൾച്ചറിന് കൂട്ടുനിന്ന മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന മതം, അതിൽ എന്ത് നന്മയാണുള്ളത്? അങ്ങനെ ഒരു മതം നമുക്ക് എന്തിനാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ആ സംഗതി അത് ഇസ്ലാം അല്ല, ഹിന്ദു മതമാണ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാം. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മതത്തെ നമുക്ക് വേണ്ടാന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് തന്നെയാണ് അവിടെ ഉദാഹരണ സഹിതം പറഞ്ഞത്. ഇനി രണ്ടാമത്തേത്, 44 സ്ത്രീകളാണ് മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നത്. അതായത് ഫ്രീ സെക്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം. ഇൻസെസ്റ്റിനെ കുറിച്ചും അതിനോടൊപ്പം ഞാൻ ചേർത്ത് പറഞ്ഞിരുന്നു, മൊറാലിറ്റിയുടെ വിഷയം പറഞ്ഞപ്പോൾ. അതിൽ നമ്മൾ പറഞ്ഞതാണ്, അതായത് മതമുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ സെക്സ് ഉണ്ടാകില്ല, ലൈംഗികമായ എന്തോ വലിയ അച്ചടക്കം ഉണ്ടാകും എന്നാണ് ഇവർ വാദിക്കുന്നത്. അങ്ങനെയാണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അല്ല എന്ന് നമ്മൾ മുഹമ്മദ് നബിയുടെ ഉദാഹരണം വെച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ബലാത്സംഗത്തിന് കൂട്ടുനിൽക്കുന്നു, ഇതുപോലെ സ്ത്രീകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് കളി ചോദിച്ച് നടക്കുന്ന ഒരു പ്രവാചകൻ, അത് എന്ത് മതമാണെന്നാണ് നമ്മൾ ചോദിച്ചത്. അങ്ങനെ ഒരു മതം നമുക്ക് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഇനി ബദർ യുദ്ധം എന്ന് പറയുന്നത് കൊള്ളയായിരുന്നു, അതും ഈ പറയുന്ന സമാധാനമാണ് മതം മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുമ്പോൾ ആണോ? അല്ലല്ലോ. ഇതുപോലെയുള്ള കൊള്ളയെ പോലും യുദ്ധമായിട്ട് പഠിപ്പിച്ച് അത് വെച്ചുകൊണ്ട് ഇങ്ങനെ വലിയ ഒരു ഡെക്കറേഷൻ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലെവിടെയാ സമാധാനം? ബാക്കി സമാധാനം, ഷിയ സുന്നി പ്രശ്നമൊക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തൽക്കാലം മാറ്റി വെക്കുക. റോമൻ സാമ്രാജ്യം ഒരു ഒഫൻസീവായിട്ട്, അതല്ലെങ്കിൽ സാധാരണ പറയാറുണ്ട് ഇസ്ലാമിൽ യുദ്ധമെല്ലാം ഡിഫെൻസീവായിരുന്നു എന്ന് പറയുന്ന അതല്ല. ഇസ്ലാം അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കഥകൾ ഇസ്ലാമിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനൊരു ഉദാഹരണമാണ് ആ പറയുന്ന യുദ്ധം. ഇനി കഴുത്തിൽ വാള് വെച്ച് പിടിപ്പിച്ചിട്ടാണ്, അതായത് ഇസ്ലാം സമാധാനമാണ് എന്ന് പറയുന്നു. ആണോ? ഇസ്ലാം വാള് കൊണ്ടല്ല പ്രചരിച്ചത് എന്ന് പറയുന്നു. ആണോ? അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് സമാധാനമാണ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണമാണ് അബൂ സുഫിയാൻ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്നുള്ളത്. ഇത് എല്ലാം അതുപോലെ ഭാര്യ പ്രസവ പലകയിൽ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ 20 മിനിറ്റിലെ വിഷയാവതരണത്തിൽ എന്തുകൊണ്ട് മതം വേണ്ട എന്ന് പറയുന്നത്. ഏതായാലും അന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇന്ന് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമെന്ന് നമുക്കറിയാം. കാരണം ഇതൊരു സ്ലോ പോയിസണാണ്. ഇത് വിശ്വാസികളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനിയും ഇതേപോലെ വരും. ഇതുപോലെയുള്ള പൊന്മുട്ടയിടുന്ന താറാവുമാർ ഇനിയും നമുക്കുണ്ടാകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇതിനൊക്കെയുള്ള തെളിവുകൾ ഹൈത്തമി ചോദിച്ചാലേ ഞാൻ കൊടുക്കൂ എന്നുള്ളത് ഞാനിവിടെ ആവർത്തിക്കുന്നു. അതുവരേക്കും നമ്മൾ ഉഹുദ് യുദ്ധത്തിൽ നമ്മളുടെ വിശ്വാസികൾ ഇങ്ങനെ എവിടെ മുഹമ്മദ്, എവിടെ ഉമർ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അബൂ സുഫിയാൻ നടന്നപ്പോൾ മുഹമ്മദ് നബിയൊക്കെ അതുപോലെയുള്ള ആളുകളൊക്കെ ചത്ത് കിടന്ന പോലെ, ചത്ത പോലെ കിടന്നത് ഒരു ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതേപോലെ ഞാൻ കിടക്കും. കാരണം എനിക്ക് മുന്നിൽ ഉള്ള ചില ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോഡൽ എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. ഇസ്ലാമിൽ ചില സാധനമൊക്കെ ഞാൻ എടുക്കും. അതിൽ ഒന്നാണ് ഇത്. ചത്ത പോലെ കിടക്കാൻ ഏറ്റവും നല്ലത് ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. അത് ഞാനിവിടെ പ്രയോഗിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുവരെ ഹൈത്തമി വരുന്നത് വരേക്കും ഞാൻ അങ്ങനെ തന്നെയാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇത് ആണ് ഒന്ന്. ഇനി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇന്ന് എനിക്കൊരു സുഹൃത്ത് വാട്സപ്പിൽ വലിയ വിഷമത്തിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു,